അപ്പോൾ ഗായ്സ് ഇപ്പോൾ ഇന്ന് നമ്മൾ കോളേജിൽ നിന്ന് ഐവിക്ക് പോവാണ്. കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് സമയം 5 മണി കഴിഞ്ഞു. 5:30 ആകുമ്പോൾ നമ്മളോട് കോളേജ് വരാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 5:30 അവിടുന്ന് ബസ് എടുക്കുന്നതാണ് കേട്ടത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങും. കാരണം ഹോസ്റ്റലിൽ നിന്ന് വെളി ഇറങ്ങുന്നതിന് നമുക്ക് ഓൾ പാസ് അപ്രൂവ് ആയി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി നേരത്തെ ചെല്ലും. ഈ കോളേജിൽ ഞാൻ വന്നേക്കാനുള്ള ആദ്യത്തെ ആയിരിക്കുകയാണ്. കാരണം ഫസ്റ്റ് ഇയർ നമുക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ തന്നെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഐവി എല്ലാം സെറ്റായി വന്നത്. അപ്പോൾ ബാക്കി വീഡിയോസ് ഞാൻ ചെന്നിട്ട് കാണിക്കാം. അമലെന്നാ പറഞ്ഞ അംബരീഷ് എന്നല്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇങ്ങോട്ട് വേണ്ട. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. കൊച്ചി മെട്ടൂരാണ് സ്ഥലം. നമ്മൾ സ്റ്റേറ്റ് കിച്ചണിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. നല്ലൊരു യാത്രയായിരുന്നു. കോളേജിന് നല്ല വൈബുണ്ടായിരുന്നു. സൂപ്പർ. നിങ്ങളുടെ തുള്ളിച്ചായിരുന്നു. ഞാനാണ് അധികം തുള്ളാൻ കാര്യം. ഭയങ്കര ചൂടുമായിരുന്നു. പിന്നെ പെട്ടെന്ന് വേർക്കും. പിന്നെ ഉറങ്ങിയിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ ഇനി ബാക്കി വിശേഷം പിന്നെ പറഞ്ഞു. ഗേൾസ്, അപ്പോൾ നമ്മളിപ്പോൾ കഴിച്ചിട്ടെല്ലാം ഇറങ്ങിയേക്കുവാണ്. ഇന്ന് നമ്മുടെ കമ്പനി തൊട്ടടുത്താണെന്നാണ് കേട്ടത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് ട്രാവൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി കമ്പനി പോയി അവിടെ ഒരു 2 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അടുത്ത ഇൻഡസ്ട്രിയിലോട്ടല്ല പോകുന്നത്. അടുത്ത് നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഫോർട്ട് കൊച്ചി നമ്മൾ പോകാനാണ് പ്ലാൻ ചെയ്താക്കുന്നത്. നമുക്ക് എന്നിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. വലിങ്ങേറി വന്നേക്കുന്ന പട്ടി നാറി. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. 393 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ആരും പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. എല്ലാം പോട്ടെ. അതെ. നമ്മുടെ ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? വ്ളോഗിങ് ആണ് വിൽബി. എല്ലാവരും പറ്റിച്ച് എന്നോട് മുട്ട ഉണ്ടെന്നാണ് ക്രിസ്ത്യൻ പറഞ്ഞത്. സത്യം. മുട്ടക്കറി എന്ന് പറഞ്ഞിട്ട് കടലക്കറി. എല്ലാവരും ചമ്മന്തിയും വിൽബി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനുണ്ട് എപ്പോഴും. പക്ഷെ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. ദോശയും സാമ്പാറും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചായ വെള്ളം കുടിക്കുന്നവരുണ്ടായിരുന്നു. സത്യം. ചായ വെള്ളത്തില്ല. പാൽപ്പൊടി ഇട്ട് കലക്കി. ജെയിംസ് ഏട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കാ നല്ല ഐവി. അമൽ എവിടാ? ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമസ്കാരം. താങ്ക് യു. കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഫുഡ് അടിപൊളിയല്ല. പോരെ കൂടുതലൊന്നും ചോദിക്കരുത്. ഒന്നും മനസ്സിലാകത്തില്ല. ഗൈസ്, ഇതുവഴി ഒരു 3 മിനിറ്റ് നടക്കാനുണ്ട് മറ്റേ കമ്പനിയിലോട്ട്. കമ്പനി ഏതാണെന്ന് പറഞ്ഞോടാ. നമ്മളിപ്പോൾ ഇവരെ ഫോളോ ചെയ്താണ് പോകുന്നത്. ഗൈസ്, ഇതാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന കമ്പനി. സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. സ്റ്റാർട്ടപ്പിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി എന്നാണ് കേട്ടത്.
ഹൈലൈറ്റ് പ്ലാറ്റിനോ അങ്ങനെയാണ് ഇതിൻ്റെ പേര്. വലിയ GPUസിലാണ് നല്ല കോസ്റ്റുള്ള പരിപാടിയാണ്. നമ്മളത് ചെയ്യില്ല. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളുണ്ട്, മെറ്റ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് ലേറ്റായി. ഇപ്പോൾ സമയത്ത് 2:30 കഴിഞ്ഞു. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? ഫോട്ടോ വെച്ച് പോകണം. ഫോട്ടോ വെച്ച് പോകാൻ റെഡി അല്ല അമൃതേ? മന്തി കഴിച്ചിട്ട് പോകുന്നു. ഉച്ചയ്ക്ക് ബിരിയാണി അല്ലേ? എന്നാൽ രാത്രി മന്തി. അല്ലടാ അത് ചേഞ്ച് ഉണ്ട്. അല്ല കേക്ക് ആണോ? എന്നാ ഗൈസ് അപ്പോൾ ഫുഡ് എന്താണെന്ന് അറിഞ്ഞുവിടാ. ബിരിയാണി എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. ചിലപ്പോൾ സെൻട്രൽ ക്ലാസ്സിൽ ഭീമനായിരുന്നു. വണ്ണം വെച്ച് പോയ ഭീമനായി പോയി. ഓണത്തിന്റെ വീഡിയോ നോക്കിയാൽ മതി. അറിയാതെ ഓണത്തിന്റെ വീഡിയോ എല്ലാവരും നോക്കുക. ഗൈസ് കൊച്ചി ഭയങ്കര ചൂടാണ്. വിചാരിച്ചല്ലോ വേർക്കുന്നു. രാവിലെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പൊ ഭയങ്കര ചൂടായി. നമ്മളെ എന്നെയും ജെയിംസിനെയും കുറച്ച് ഗേൾസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് സാറിന് നോക്കാൻ. അതെ, ഞങ്ങളെ സാറിന് ഭയങ്കര വിശ്വാസമാണ്. 5-6 പെമ്പിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ കൂടെ കാണണമെന്ന് പറഞ്ഞു. അതെ, അവർക്കൊരു അച്ഛനായിട്ടും ചേട്ടനായിട്ടും അനിയനായിട്ടും ആങ്ങളെയായിട്ടും എല്ലാം കൂടെ ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങള് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയാണ് നമുക്ക് കഴിക്കാൻ. ഗൈസ് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് നെയ്ച്ചോറായിരുന്നു. നെയ്ച്ചോറ് ചിക്കൻ കറി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് പോവാണ്. ഇപ്പം തന്നെ നന്നായിട്ട് മടുത്തു. ഭയങ്കര ടയേർഡായി. ജെയിംസിന് എന്താണ്ടൊക്കെ പറയാനുള്ളത്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് ഇവിടെ നമ്മളല്ലാണ്ട് വേറെ ആൾക്കാരൊന്നുമില്ല, അതാണ് ഒരു വിഷയം. പിന്നെ നമ്മൾ ക്യൂ ഒക്കെ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് ഓർത്ത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് അവസാനം വന്നപ്പോൾ ചിക്കൻ പീസ് കുറവായിരുന്നു. ഒരു പീസൊക്കെ കിട്ടും. നിങ്ങൾക്ക് നല്ല പീസ് ഫസ്റ്റ് ഫുഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഞങ്ങൾക്കാണെങ്കിൽ എനിക്ക് ജെയിംസിലേക്കാണ് കൂടുതൽ പ്രശ്നമാണ്. പിന്നെ ഗ്രേവി കൂട്ടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു ചോറ്. അംബരീഷ് ഹവാസിയുടെ ഹൈവേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ ഗൈസ്? ഹവാസി ഹൈവി എന്തെങ്കിലും പറയാനുണ്ടോ? ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? അല്ല ചോദിച്ചാ സോറി. എന്തൊരു എക്സ്ട്രാ പറയാനുണ്ടോ? ജോൽജോസ് എക്സ്ട്രാ ഒന്നും പറയാനില്ല. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് എങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു, അതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത്. പിന്നെ അതാണ് നമുക്ക് അറിയേണ്ടത്. ഇതൊക്കെ നാച്ചുറൽ ആ രഹസ്യം പറഞ്ഞു. ആ രഹസ്യമാണ് ഫോട്ടോ ഷാറൂഖ് ഖാൻ മിനിയാണ് ഇവൻ. ഇങ്ങനെ ഈ പ്ലേ ബോയിൽ ഇങ്ങനെ വിൽപ്പിരിക്കുന്നത്. ഇതാരേ പറയുന്നേ? ഇങ്ങോട്ട് നോക്കാൻ ബിലാലെ ബിലാലെ
എന്നാ ബിലാൽ ഇന്ന് ആകെ കംപ്ലീറ്റ് സൈലൻസ് ആണല്ലോ. ബിലാലിന് ഡിപ്രഷനാണ് കേസ്. രാവിലെ വണ്ടി കയറിയപ്പോൾ തൊട്ട് ആ ജില്ല തലയും ചായച്ചും ജനലിക്കൂടെ നോക്കിക്കൊണ്ടിരിക്കുക. സാധനം കാണിച്ചായിരുന്നു പക്ഷെ പോയി. ഒന്നൂടെ അമർജസ്റ്റിൻ അവിടെ 5-ാം കളിച്ചോണ്ടിരിക്കുകയാണ്. അമല് പിന്നെ ക്യാമറ വന്നു കഴിഞ്ഞാൽ തന്നെ ക്യാമറ മാറ്റിയോ.